അമേരിക്കയും കാനഡയും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങളും നയതന്ത്ര അസ്വാരസ്യങ്ങളും സമാനതകളില്ലാത്ത പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. കനേഡിയൻ നിർമ്മിത വാഹനങ്ങൾക്കും അവയുടെ അനുബന്ധ ഭാഗങ്ങൾക്കുമേൽ അമേരിക്ക ചുമത്തുന്ന ഇറക്കുമതി തീരുവ 25% നിന്നും ഒറ്റയടിക്ക് 50% കുത്തനെ ഉയർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻ മുന്നറിയിപ്പ് നൽകി. വരുന്ന ജനുവരി 1 മുതൽ ഈ പുതിയ ഉയർന്ന നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് US ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴ്ചകളായി നടന്നുവന്ന നിർണായക ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ ഒരു ധാരണയുമില്ലാതെ പൂർണ്ണമായും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയിൽ നിന്നും ഇത്തരമൊരു അതിരൂക്ഷമായ പ്രതികരണം പുറത്തുവന്നത്. എന്നാൽ അമേരിക്കയുടെ തീരുവ ഭീഷണിയിൽ തങ്ങൾക്ക് യാതൊരുവിധ അത്ഭുതവുമില്ലെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉടനടി പ്രതികരിച്ചത്. കാനഡയുടെ വളർന്നുവരുന്ന വാഹന വ്യവസായ മേഖലയെയും സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് അദ്ദേഹം പരസ്യമായി ആരോപിച്ചു. എങ്കിലും ന്യായമായ നിലപാടുകളോടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ട് വന്നാൽ അമേരിക്കയുമായി വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കാൻ കാനഡ സന്നദ്ധമാണ്. അതേസമയം തന്നെ അമേരിക്ക കാനഡയ്ക്ക് മേൽ ചുമത്തുന്ന ഓരോ അധിക തീരുവയ്ക്കും അതേ അളവിൽ പലിശ സഹിതം കടുത്ത തിരിച്ചടി നൽകാൻ കാനഡ മടിക്കില്ലെന്നും കാർണി വളരെ വ്യക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. വടക്കൻ മേഖലയിലെ വ്യാപാരം സുഗമമാക്കുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്നതിനുമായി കാനഡ സ്വന്തം നിലയിൽ പുതിയ ചില പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത അപ്രായോഗികമായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചതാണ് നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും തകരാൻ ഇടയാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി കാനഡ ഭാവിയിൽ ഒപ്പുവെക്കുന്ന പുതിയ വ്യാപാര കരാറുകൾക്ക് പരിധികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്ന അമേരിക്കയുടെ കടുത്ത ആവശ്യം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് കനേഡിയൻ അധികൃതർ കൃത്യമായി വ്യക്തമാക്കി. മറുവശത്ത് ചർച്ചകളുടെ അവസാന നിമിഷം അനാവശ്യ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് കരാർ പൊളിച്ചത് കാനഡയാണെന്നാണ് അമേരിക്കൻ പക്ഷത്തിന്റെ വാദം. ഇതോടെ ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാത്തരം നയതന്ത്ര ധാരണകളും വിശ്വസ്തതയും പൂർണ്ണമായും തകരുകയായിരുന്നു. അമേരിക്കൻ ഭീഷണിക്കെതിരെ അതിർത്തി സംസ്ഥാനങ്ങളിലെ പ്രാദേശിക നേതാക്കളും ശക്തമായ ഭാഷയിലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് കാനഡ നൽകുന്ന എണ്ണ, സ്വാഭാവിക വാതകം, വൈദ്യുതി എന്നിവയ്ക്ക് പെട്ടെന്ന് തന്നെ അധിക തുക ഈടാക്കണമെന്ന് ഒന്റാറിയോ പ്രീമിയർ ഡഗ് ഫോർഡ് പരസ്യമായി ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ വലിയ അളവിലുള്ള ഊർജ്ജ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് അയൽരാജ്യമായ കാനഡയാണെന്നിരിക്കെ കാനഡയുടെ ഈ തിരിച്ചടി നീക്കം അമേരിക്കൻ വിപണിയെയും വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിച്ചേക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെയും ആശങ്കകളെയും കേവലം നിസ്സാരവൽക്കരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. വ്യാപാര യുദ്ധം ദിനംപ്രതി രൂക്ഷമാകുന്നത് അതിർത്തിയുടെ ഇരുവശത്തുമുള്ള ചെറുകിട വ്യാപാരികളെയും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെയും വലിയ തോതിൽ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. യാതൊരു മുൻകൂട്ടി അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് നടപ്പിലാക്കുന്ന തീരുവ വർധനവ് ഉൽപ്പന്നങ്ങളുടെ വിപണി വില കുത്തനെ കൂട്ടുമെന്നും അത് തങ്ങളുടെ ബിസിനസ്സുകളെ പൂർണ്ണമായും തകർക്കുമെന്നും വ്യവസായികൾ ഭയപ്പെടുന്നു. ഇതിനൊപ്പം ഇരു രാജ്യങ്ങളും ഉൾപ്പെടുന്ന USMCA വ്യാപാര കരാറിന്റെ ഭാവി കടുത്ത അനിശ്ചിതത്വത്തിലായതോടെ കാനഡ സമീപ ഭാവിയിൽ തന്നെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന മുന്നറിയിപ്പാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്.